ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കിവിടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗസ്റ്റ് അല്ല, ഉമ്മയും അസാനും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആങ്ങളെ കോഴിക്കോട് ഓഫീസിൽ പോയപ്പോൾ ഉമ്മാനി അസാനുവിനി ഇവിടെ ഇറക്കി പോയിട്ടുണ്ട്. പിന്നെ നാത്തൂനാണെങ്കിൽ കോളേജിലും പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഓള് കോളേജിൽ പോകലും ആങ്ങളെ ഓഫീസ് പോകലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉമ്മയും അസാനും ഒറ്റയ്ക്ക് അവിടെ അങ്ങനെ ഇരിക്കലല്ലേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പം അസാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയ അവിടെ മുറ്റം കഴുകലും കാറ് കഴുകലും ഒക്കെ ആയിട്ട് ചെറിയുണ്ട്. പിന്നെ ഒരു രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആങ്ങളെ ഓഫീസിൽ പോകുമ്പോൾ തന്നെ ഇവിടെ ഇറക്കിയിട്ട്. അപ്പം ഞങ്ങൾ ചായയും കൂടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇവരെത്തിയത്. അപ്പം ഇനി ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇന്ന് ബീഫും കുമ്പളങ്ങയും കറിയും തേങ്ങാച്ചോറും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ചെറിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫും കുമ്പളങ്ങയും കറിയൊക്കെ വെക്കണതും തേങ്ങാച്ചോറൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ബീഫൊക്കെ ഉമ്മയാണ് മസാലയൊക്കെ കൂട്ടിയത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കായതുകൊണ്ട്. അപ്പോൾ മല്ലിയും മുളകും മഞ്ഞളും ജീരകം ഒക്കെ ഇട്ട് ഏതായാലും ഞാൻ അടുപ്പത്താട്ടോ വെക്കണത്. ഇവിടെ പിന്നെ ബീഫ് കൊടുന്നാൽ അധികം നമ്മളിങ്ങനെ മൺകാലത്തിൽ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ വെക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പം നമ്മൾ നാടൻ രീതിയിലുള്ള വെപ്പനെയാണ് കേട്ടോ. ഈ പൊടികളൊക്കെ ഇട്ടു. ഈ ഉള്ളികളൊക്കെ ചതച്ച് ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് അതും ഇട്ടു. ഇനി ഇത് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വാട്ടിയിട്ട് അതും കൂടെ ഇതിൽ ചേർക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ വെക്കാറുള്ളത്. അപ്പം ഏതായാലും ബീഫ് അവിടെ കിടക്കട്ടെ, അങ്ങനെ വേവും. അപ്പോൾ ഇതിന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ മക്കളും ഒക്കെ ഇറങ്ങിയേക്കണ്. എല്ലാവരും കൂടി ഭയങ്കര പണിയിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മഴയായിട്ട് ഇങ്ങനെ മുറ്റൊക്കെ ഇങ്ങനെ പായൽ പിടിച്ച് കിടപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യലും പിന്നെ അതേപോലെ മൂച്ചിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ മുറ്റത്തേക്ക് ചാഞ്ഞ് കിടന്നീനി. അപ്പം അതൊക്കെ വെട്ടി ഇതാക്കലൊക്കെയാണ് ചെറിൻ്റെ പരിപാടി. കുട്ടികൾ മുറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, മെഷീൻ കൊണ്ട് അടിച്ചിട്ട് അതും ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അസാനും കണ്ടോ ഇവിടെ ഫോണിൽ കളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുക അതാ അന്നെടുക്കണം, എന്താടാ അന്നെടുക്കട്ടെ, അവിടെ എടുക്കടാ. അപ്പോൾ അവൻ ഏതാ വളവനറിയാം. ഞാൻ ഫോണിൽ കളിക്കുന്നത് വീഡിയോ എടുത്തോ അവൻ്റെ അമ്മ കാണുമല്ലോ. ഫോൺ കളിക്കണുണ്ടോ അവൻ്റെ അമ്മ ചീത്ത അറിയാം. അപ്പോൾ അതിനാണ് അവൻ ഓടിക്കുന്നത്. അപ്പോൾ നമ്മളേതായാലും ഇവിടെ ബീഫ് എന്തായി എന്ന് വന്ന് നോക്കട്ടെ വിചാരിച്ച് നോക്കുമ്പോൾ ബീഫ് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പച്ചി മക്കളും ഭയങ്കര പണിയിലാണ് കേട്ടോ. അക്കു മെഷീൻ കൊണ്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്, അനു അരച്ച് കഴുകുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അസാനും ആണെങ്കിൽ വീഡിയോ എടുക്കുകയാണ്. ഞാൻ എടുക്കണ കണ്ടിട്ടേ അതേപോലെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അസാനും കണ്ടോ കിട്ടിയ തക്കത്തിൽ ഉമ്മച്ചില്ലാത്ത തക്കത്തിൽ ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഇവരൊക്കെ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ ഫുഡ് കേട്ടോ. അപ്പം കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ മുട്ട അതിൽ കിട്ടണം എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അക്കും അനുവും വന്ന് മുട്ട ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. ഇവർ കുറച്ചൊക്കെ കുക്ക് ചെയ്യും കേട്ടോ. ആൺകുട്ടികളാണെങ്കിലും ഞാൻ കുറച്ച് ചെറിയ ചെറിയ കുക്കിങ് കാര്യങ്ങൾക്കൊക്കെ തന്നെ അവരെ കൂട്ടിയിട്ട് അങ്ങനെ ഇവർക്ക് ചെറുതായിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ മുട്ടയൊക്കെ ഇട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. മുട്ട ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് അപ്പി കയ്യൊന്നല്ല, അത് നല്ല കയ്യല്ല. എനിക്ക് അറിയില്ല കേട്ടോ ഏത് കയ്യാണ്. അങ്ങനെ അസാനും കൂടിയിട്ടുണ്ട് കേട്ടോ വരെ കൂടെ നൂഡിൽസ് കഴിക്കാൻ. അപ്പോൾ അസാന് പറയാണ് ഏത് കയ്യാന്ന് അവൻ എപ്പോഴും കൺഫ്യൂഷനാണ്. വലത്തെ കൈ ഇടത്തെ കൈ. അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ അപ്പിക്കൈയാണ് അത് കണ്ട് കഴിക്കരുത് എന്ന് പറയും. അപ്പോൾ അതിന് അനുവിനോട് പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇവിടെ ബീഫ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറിന് ഉള്ള പരിപാടി നോക്കട്ടെ വിചാരിച്ച്. അപ്പോൾ നമ്മളിന്ന് തേങ്ങാച്ചോറാണ് കേട്ടോ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ബിരിയാണി നെയ്ച്ചോറൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടേ പിന്നെ തേങ്ങാച്ചോറിനാണ് ഒരു പൂതി. ശരിക്കും തന്നെ തേങ്ങാച്ചോറും പിന്നെ ബീഫും കുമ്പളങ്ങയും കറിയൊക്കെ ഇട്ടാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറ് വെക്കാമെന്ന് വെച്ചപ്പം. അപ്പോൾ തേങ്ങാച്ചോറ് വെക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ. എല്ലാവരും ബിരിയാണി നെയ്ച്ചോറൊക്കെ വെച്ചിപ്പോൾ തേങ്ങാച്ചോറ് വെക്കലൊക്കെ മറന്നോ എന്താ അറിയില്ല. അപ്പോൾ തേങ്ങാച്ചോർക്ക് നമ്മൾ ഉള്ളിയും പിന്നെ തേങ്ങ ചിരവിയതും അതേപോലെ അരിൻ്റെ കൂടെ ഉലുവ ഇട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കലാണ്, ചോറ് വറ്റിച്ചെടുക്കലാണ്. അപ്പോൾ നമ്മളതിന് ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് എല്ലാം മിക്സാക്കി നമ്മളവിടെ വെച്ചു. അതേപോലെ ബീഫ് ഒരു ഭാഗത്ത് അങ്ങനെ വേകുന്നുണ്ട്. അസാനോ നമ്മളെങ്ങോട്ടാ പോണ്?
അപ്പത്തി കൊണ്ടുപോവാ എന്നാ ബലേനെ എടുക്ക്. അപ്പം നമ്മളെ ബീഫും തേങ്ങാച്ചോറും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മളെ ബെല്ലനെ വാക്സിൻ ചെയ്യാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ ചെയ്തത് കാണിച്ചതാണല്ലോ, അന്ന് റാബിസാണ് എടുത്തിരുന്നത്. അപ്പം ഇനി നമുക്ക് വേറൊരു വാക്സിന് നിങ്ങൾ അസുഖങ്ങളൊന്നും അങ്ങനെ വരാതെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനും കൂടി ചെയ്യണം. അങ്ങനെ വർഷത്തിൽ 2 വാക്സിനാട്ടോ ഇവർക്ക് ചെയ്യുക, പൂച്ചകൾക്ക്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം അസാനും ഉണ്ട് ഞങ്ങളെ കൂടെ. അസാനും അനും കൂടിയാണ് എൻ്റെ കൂടെ പോരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇടവണ്ണ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ബെല്ല നല്ല കുട്ടി തന്നെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല കുട്ടിയായിട്ട് അടങ്ങിയൊക്കെ നിന്ന്. അപ്പോൾ നമ്മൾ അധികം കൂടുതൽ വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അസാന് കൂടെ ഉണ്ടായതുകൊണ്ട് അവനും ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ ഏതായാലും വാക്സിനൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് പോന്നു, വീട്ടിലെത്തി. അസാനുവിന് ലേസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ലേസൊക്കെ വാങ്ങി. അങ്ങനെ ബെല്ല കൊട്ടയിൽ കിടന്ന് ബെല്ല അവിടെ പിന്നെ അസാനും ഉണ്ടാവുമ്പോഴേ ബെല്ലനെ നമ്മൾ എവിടെയെങ്കിലും റൂമിലൊക്കെ പൂട്ടിയിടല കേട്ടോ. അപ്പോൾ ഇവരെ ഒന്നിച്ചങ്ങനെ നമ്മൾ നിർത്തലില്ല. അപ്പോൾ അസാനുവിന് ബെല്ലനെ ഇഞ്ചക്ഷൻ വെക്കണമൊക്കെ കണ്ടപ്പോൾ അസാനുവിനൊരു സങ്കടം. അപ്പോൾ ഇങ്ങനെ ബെല്ലൻ്റെ അടുത്ത് വന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവന് സ്നേഹം കൂടുമ്പോൾ ചിലപ്പോൾ ബെല്ലനൊന്ന് പിടിച്ച് വലിക്കുകയെ ഒക്കെ ചെയ്യും. ഇവളെ രോമം കാണുമ്പോൾ നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ ഓന് വല്ല പാവക്കുട്ടികളെയൊക്കെ കളിപ്പിക്കണ പോലെയൊക്കെ ഓനൊന്ന് പിടിച്ചൊന്ന് വലിച്ചൊക്കെ നോക്കും. അതാ പ്രശ്നം. അപ്പോൾ ഏതായാലും നമ്മളെ ചോറൊക്കെ റെഡിയായിട്ടോ. തേങ്ങാച്ചോറ് റെഡിയായി. പിന്നെ അതേപോലെ നമ്മളെ ബീഫ് കുമ്പളങ്ങ കറി അതും റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഒക്കെ റെഡിയായി. പിന്നെ അമ്മ ബീഫ് അപ്പോഴത്തിന് കുറച്ചതിന് ബീഫ് എടുത്തിട്ട് അത് കുറച്ച് വരട്ടി അങ്ങനെയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതായാലും ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറ്, ബീഫ് കുമ്പളങ്ങ കറി, ബീഫ് വരട്ടിയത്, പിന്നെ ഉള്ളി സുർക്കയിലിട്ടിട്ടുള്ളത്, പിന്നെ പപ്പടം. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിഭവം. അപ്പം ഫിനു ഉച്ചക്ക് സ്കൂളൊക്കെ വിട്ട് വന്നും ചെയ്തു. അപ്പോൾ ഓളും ഉണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം ഇന്ന് നമ്മളപ്പം ലഞ്ചിന് ചെറിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. നമ്മളൊരു ഫാമിലി ഫ്രണ്ടാണ് സത്യേട്ടനും കൂടി ഉണ്ട് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മോൾട്ടിനെ കൊണ്ടുവരാൻ പോവുകയാണ്. ഓള് കോളേജ് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം അസാനും ഫിനുവിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കോളേജിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇതാണ് ജാമിയ കോളേജ്, എടവണ്ണ ജാമിയ. പിന്നെ വലിയ കോളേജാണ്. ഇവിടെയാണ് ഇപ്പം BEdന് മോൾഡ് ചേർന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം തൊട്ട് കോളേജ് തലം വരെയുള്ള വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജാമിയ നദവിയ എടവണ്ണ. അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോൾ മോൾട്ടി നമ്മളെ വെയിറ്റ് ചെയ്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളെ പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലൊക്കെ എത്തി. അങ്ങനെ പിന്നെ ഇനി കുട്ടികളെ കളികളും രസങ്ങളും ഒക്കെ കാരണം ഫിനും അസാനൊക്കെ കൂടി കളിയും രസമൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോവും. വൈകുന്നേരം ഞങ്ങളെ വരും. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ കളിച്ച് അങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ ഇന്നത്തെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.